ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചില ഒഴിയാബാധകളെയൊക്കെ ഒഴിച്ചുവിട്ട് ഇവിടെ ഒരു ശുദ്ധികലശം നടത്തേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ആനന്ദവല്ലി മടങ്ങുന്നുള്ളൂ. എടാ കുറുപ്പേ, ചേച്ചി എനിക്കൊന്ന് വിശ്രമിക്കണം. ചേച്ചിക്ക് മുറി കാണിച്ചു കൊടുക്കുക. ശരി അച്ഛാ. ചേച്ചി ചേച്ചി ഒരു മുന്നറിയിപ്പില്ലാതെ. എനിക്കെന്താ, ഇവിടെ വരുന്നതിന് മുൻകൂർ അനുവാദം വേണോ? കുറച്ചു നാളായി ഇങ്ങോട്ട് വരണമെന്ന് കരുതിയിട്ട്. ഞാനുമായിട്ട് ഒരു രീതിയിലും ചേരാത്ത ഒരു അമ്മയുണ്ടല്ലോ, ഭവാനി തങ്കച്ചി. അവരെങ്ങോട്ടെങ്കിലും ഒരുമ്പെട്ട് പോകുന്ന സമയത്ത് വരാന്ന് കരുതി. ചേച്ചി ജനങ്ങളെല്ലാം കൂടെ കഴിഞ്ഞ ഇലക്ഷന് നിന്നെ വീട്ടിലിരുത്തിയപ്പോ നിന്റെ രാഷ്ട്രീയ വീര്യമൊക്കെ അങ്ങ് കുറഞ്ഞോ? അല്ല, പത്രത്തിലെങ്ങ് നീ ഇളിച്ചു പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണുന്നില്ല. അല്ല, അടുത്ത ഇലക്ഷനിങ് അടുത്തല്ലോ. സമയത്ത് ഇളിച്ചും കൈകൂപ്പിയും ജനങ്ങളുടെ മുന്നിലേക്ക് ചെന്നാ അവര് നിന്നെ വീണ്ടും തട്ടേ കയറ്റും. എന്താടി സുമലതേ, ഒരാള് വീട്ടിലേക്ക് കയറി വന്ന കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണമെന്ന് നിനക്കറിയില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ആരാ ഇത്? ജിതേന്ദ്ര, അപ്പച്ചി, നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോടാ. ഇത്തിലിന് മരം ഉണങ്ങുന്നത് വരെ ഉള്ളൂ ആയുസ്. അത് മറക്കരുത് നീ. കർണാര, എവിടടാ നിന്റെ ഇളയ മകൻ ജഗൻ? പഞ്ചഭൂതങ്ങൾ പോലും അറിയാതെ ഒരുത്തിയെ താലി കെട്ടി ഗാന്ധർവ വിവാഹം കഴിച്ചുകൊണ്ട് വന്നവൻ മുകളിലുണ്ട്. അവൻ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്ന ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ. ഓ ഉണ്ട്. എങ്കിലേ അവന്റെ അച്ഛയെ ഒന്ന് വിളിക്ക്. എന്താടി വിളിച്ചു നിൽക്കുന്നേ? പോയി വിളിച്ചോണ്ട് വാടി. കേട്ടില്ലമ്മേ? ചായ. അവളുടെ ഒരു ചായ. അയ്യോ, നാട് നന്നാക്കിയ പോരടാ, വീട് നന്നാക്കണം.
ഇവളാണോ ജഗൻ ഉഗ്ര തപസ്സിരുന്ന് സ്വന്തമാക്കിയ സൗന്ദര്യത്തിടമ്പ്? ചില ഒഴിയാബാധകളെയൊക്കെ ഒഴിച്ചുവിട്ട് ഇവിടെ ഒരു ശുദ്ധികലശം നടത്തേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ആനന്ദവല്ലി മടങ്ങുന്നുള്ളൂ. എടാ കുറുപ്പേ, ചേച്ചി എനിക്കൊന്ന് വിശ്രമിക്കണം. വിദ്യ ചേച്ചിക്ക് മുറി കാണിച്ചു കൊടുക്കുക. ശരി അച്ഛാ. എന്റെ ബാഗും എടുത്ത് പിറകെ വാ. നിന്നെ എന്ത് കണ്ടിട്ടടി ജഗൻ കൂടെ കൂട്ടിയത്? അല്ലേലും ഇവന്റെ മോൻ ജഗന് പണ്ടേ പട്ടിണിപ്പാവങ്ങളോടൊരു അനുകമ്പയാ. അനുകമ്പ മൂത്ത് തലേ കയറ്റി വെച്ചതായിരിക്കും അല്ലേ? ഇവളെ കണ്ടാലേ അറിയാം അവലക്ഷണം പിടിച്ചതാണെന്ന്.